ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പാമ്പം ബ്രിഡ്ജ് വരെ പോയിട്ട് വന്നാലോ. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മുടെ പാമ്പം ബ്രിഡ്ജ്. അവിടെ നമുക്ക് ബൈ റോഡും പോകാൻ പറ്റും, ബൈ ട്രെയിനും പോകാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ബൈ റോഡാണ് കേട്ടാ. ബൈ ട്രെയിൻ നമുക്ക് ഇനിയൊരു ദിവസം എപ്പെങ്കിലും പോവാം. ഇപ്പൊ ദാ വൈകുന്നേരം ആയിട്ടാ. വൈകുന്നേരം സമയം സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഇനി ലേറ്റ് ആക്കണ്ട, നമുക്ക് എന്തായാലും പോവാം. പോകുന്ന വഴിക്ക് ട്രെയിനും കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നു രാമേശ്വരത്തേക്ക് പോകുന്നതാണെന്ന്. കാരണം ഇതേ രീതിയിലുള്ള ട്രെയിൻ നമ്മൾ ആ ബ്രിഡ്ജൊന്നും കൂടി കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഈ രാമനാഥപുരത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റോഡ് ഫുള്ള് നമുക്ക് പനമരം കാണാൻ പറ്റും. മൊത്തം ഇവിടെ പോകുന്ന വഴിക്ക് മൊത്തം ഫുള്ള് പനമരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പന നൊങ്ക് കിട്ടും കേട്ടോ. റോഡ് സൈഡ് മൊത്തം നൊങ്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ കണ്ടോ ഗൈസ്, ഇതാണ് വിൻഡ് മില്ല. കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സാധനമില്ല, അത് വിൻഡ് മില്ലാണ്. അത് അധികം നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് അത് ഇങ്ങനെ റോഡിൽ കറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ പാമ്പം ബ്രിഡ്ജ്. പണ്ട് രാമേശ്വരം എന്ന് പറയുന്ന ഒരു ഐലാൻഡ് ആയിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ അവിടത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് പാമ്പം ബ്രിഡ്ജ് എന്നാ പറയുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് റെയിൽവേ ട്രാക്ക് ഒക്കെ കാണാൻ പറ്റും. അപ്പം പാമ്പം ബ്രിഡ്ജ് ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ ത്രൂവും നിങ്ങൾക്ക് ട്രെയിൻ കയറി അവിടത്തേക്ക് പോകാൻ പറ്റും. അതായത് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ആ ബ്രിഡ്ജിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇനി റോഡ് ത്രൂ വരണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് ടൗണിൽ നിന്ന് നമുക്ക് റോഡ് ത്രൂ വരാട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മണ്ഡപം ക്യാമ്പ് സ്റ്റേഷൻ. അപ്പൊ രാമനാഥപുരത്ത് നിന്ന് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ ട്ടോ അങ്ങോട്ടേക്ക് പോകാനുള്ളത്. ഇതുവരെ നിങ്ങൾക്ക് റോഡ് ത്രൂ വന്നിട്ട് ഇനി ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് പോവുകയും ചെയ്യാം. മണ്ഡപം എന്ന് പറയുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങും. നമുക്ക് രണ്ട് സൈഡും കടലിന്റെ ആ ഒരു ഫീല് കിട്ടും കേട്ടോ. നമ്മള് റോഡ് നടുക്കും, രണ്ട് സൈഡും കടലായിട്ട്. റെയിൽവേ ബ്രിഡ്ജ് ഓപ്പൺ ആയത് 1914 കേട്ടോ. പിന്നീട് 1988 നമ്മുടെ റോഡ് ബ്രിഡ്ജും കൂടി കൺസ്ട്രക്ട് ചെയ്തത്. ഈ റോഡ് ബ്രിഡ്ജ് വരുന്നതിന് മുന്നേ റെയിൽവേ ബ്രിഡ്ജ് മാത്രമായിരുന്നു കേട്ടോ നമുക്ക് ഒരേ ഒരു മാർഗം ഉണ്ടായ രാമേശ്വരത്തേക്ക് പോകാനുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ലോങ്ഗസ്റ്റ് ബ്രിഡ്ജ് എന്ന്. ഞാൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം മുംബൈയിലെ ബാന്ദ്ര വേർലി സീലിംഗ് വരുന്നത് വരെ ഇതായിരുന്നു നമ്മുടെ ലോങ്ഗസ്റ്റ് ബ്രിഡ്ജ്. അപ്പൊ സീലിംഗ് വന്നതിന് ശേഷം ഇത് നമ്മുടെ സെക്കൻഡ് ലോങ്ഗസ്റ്റ് ബ്രിഡ്ജായി മാറിയിട്ടാ. നമ്മൾ വൈകുന്നേരം പോയത് കൊണ്ടെന്ന് നല്ലൊരു വ്യൂവും കൂടി കിട്ടി. ആ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് തട്ടുന്ന ഒരു വ്യൂ, അത് പൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. അത് മാത്രല്ല ട്രെയിനും കൂടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ആ ട്രാക്കിലൂടെ. അപ്പൊ വൈകുന്നേരം തന്നെ ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ ആ താഴത്ത് ട്രെയിൻ പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റൂ. അപ്പം വൈകുന്നേര സമയത്ത് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ ഈ ട്രെയിൻ ഏതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോകുന്നുണ്ടായ ട്രെയിൻ, അതേ ട്രെയിനാണ് കേട്ടോ ഇത്. നമ്മളിതാ റോഡ് ത്രൂ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ റെയിൽവേ ട്രാക്കിലൂടെ ഇവിടെ എത്തി കേട്ടാ. പിന്നെ ഇവിടെ കച്ചവടക്കാരുണ്ട്, മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പൈനാപ്പിളും കൂടി വാങ്ങിച്ചു. ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് ബ്രിഡ്ജ് കേട്ടോ. പഴയത് നിർമ്മിച്ച ബ്രിഡ്ജായിരുന്നു ഇത്. പിന്നെ ഇത് കൊറോഷനൊക്കെ പിടിച്ച് പഴയതായത് കാരണമാണ് പുതിയ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അപ്പൊ പാമ്പം ബ്രിഡ്ജിന്റെ മുകളിലാണുള്ളത്. കാറ്റുണ്ട് നല്ല. എന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, അതാണ് നമ്മുടെ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ബിൽഡ് ചെയ്ത ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് എന്നാണ് പറയപ്പെടുന്നത്. കോസ്റ്റ് ഗാർഡ് ഷിപ്സും വേറെ ഷിപ്സ് ഒക്കെ പോകുന്ന സമയത്ത് ഇത് മുകളിൽ ലിഫ്റ്റപ്പ് ആവട്ടെ. അപ്പൊ പുതിയ ബ്രിഡ്ജ് വെർട്ടിക്കൽ രീതിയിലാണ് ലിഫ്റ്റപ്പ് ആവുന്നത്. പഴയ ബ്രിഡ്ജ് ആണെങ്കിൽ നടുക്കുന്ന രണ്ട് സൈഡിലേക്ക് ഓപ്പൺ അപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല. എപ്പോഴെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. പാമ്പം ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നേരെ ഇവിടെ ഒരു ആര്യമ്മൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ ആ ബീച്ചിലേക്കും കൂടി പോവാന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ എനിക്ക് കാണാട്ടാ.
ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും നിർത്താൻ വിടുന്നില്ല ഗൈസ്. പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പൊ പോലീസൊക്കെ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തതൊക്കെ വേഗം എടുക്കാൻ പറയാണ്. അത് അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ വലിയ വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്ക് ആവുകയാണ്. ഒരു സൈഡ് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്, ഇനിയൊരു നേരെ ഇപ്പുറത്തെ സൈഡ് ബോട്ട്സ് ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫിഷിംഗ് ബോട്ട്സ് ആണ്. അപ്പൊ മീൻ പിടിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന ബോട്ടൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ താഴെ പോയാലും നമുക്ക് മീൻ കിട്ടും. അപ്പൊ അതിന്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്റെ ചാനലില്. കാണാത്തവരാണെങ്കിൽ എന്റെ ഷോർട്സിൽ പോയാൽ മതി, അവിടെ കാണൂട്ടോ. അപ്പൊ ദാ നമ്മൾ ഇറങ്ങി ഇനി നേരെ അരിയമ്മൻ ബീച്ച്. പാമ്പം ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കും കൂടിയുണ്ട്. ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇത്. സീഷോർ ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് പേര്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ അവിടത്തേക്കും പോവാന്ന്. അപ്പൊ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ 2 കടൽ കുതിര ഉണ്ട്. അപ്പൊ ഇത് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നാല് ബീച്ചാണ്. ഇവിടുന്ന് ഫുള്ള് അങ്ങേ അറ്റം വരെ ബീച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇരുന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ടൊക്കെ ഒരു ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പാർക്കിനുള്ളത്. ഇത് കാറ്റാടി മരല്ലേ? നമ്മുടെ കാറ്റാടി മരൊക്കെ ഉണ്ട് ഗൈസ്. ചിൽഡ്രൻസ് പാർക്ക്. അവിടെ ചിൽഡ്രൻസ് അല്ല ഗൈസ്, വലിയ ആൾക്കാരും കൂടി ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ പാർക്കിൽ കയറാൻ വേണ്ടിട്ട് 10 റുപ്പീസ് ആണ് കേട്ടോ ചാർജ്. ഒരാൾക്ക് 10 റുപ്പയാണ്. അപ്പൊ നമ്മള് 20 റുപ്പീസ്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫോൺ പേയോ ഗൂഗിൾ പേയോ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പം 20 റുപ്യ നിങ്ങൾക്ക് 10 റുപ്യ ഒരാൾ വരുവാണെങ്കിൽ 10 റുപ്യ നിങ്ങൾ എന്തായാലും ക്യാഷ് കൈമലെടുത്തിട്ട് വരേണ്ടി വരും. എത്ര ആള് വരുന്നോ അവർക്കനുസരിച്ച്. നമ്മളിപ്പോ 2 ആളായതുകൊണ്ട് 20 റുപ്പീസ് ഫോൺ പേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഒപ്പിച്ചത്. അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾ ക്യാഷ് കൈമൽ കൊണ്ടുവരണം കേട്ടാ. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ നമ്മുടെ അരിയമ്മൻ ബീച്ച്. അവിടെ കുറെ പിള്ളേരുണ്ട് ഗൈസ്, ബോള് കളിക്കുന്നു. അപ്പൊ അവരവിടുന്നേ പറയുന്നുണ്ട് അരിയമ്മൻ ബീച്ച് അങ്ങോട്ടാണ്. നമ്മളിതാ സ്ട്രെയിറ്റ് വന്നു. അപ്പം ഇതിലൂട്ടിയാണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പൊ പിള്ളേർ അവിടെ അങ്ങോട്ടും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ബോർഡ് ഉണ്ടേനു അവിടെ. ഇവിടെ ബോർഡ് ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു. താങ്ക് യു. അപ്പൊ അവിടെ ബാക്കിൽ നമുക്ക് ടിക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. 5 റുപ്പീസ് ആണ് ബൈക്കിന്. കാറിന് 50 റുപ്പീസാ 10 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഫോൺ പേ ഉണ്ട്, അതുകൊണ്ട് ക്യാഷ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പോവാണ് ഗൈസ്. അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുത്തത് കൊണ്ട് എന്തായാലും ഈ റൂട്ട് തന്നെയാണ് ബീച്ച് എന്ന് മനസ്സിലായി. അപ്പൊ ബീച്ചിന്റെ എൻട്രൻസിൽ ഇതേമാതിരി ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ ഐസ്ക്രീംസും അങ്ങനത്തെ ഒരു ചെറിയ പെട്ടിപ്പീടിയ മാതിരിയുള്ള ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ അരിയമ്മൻ ബീച്ച്. ഈ തമിഴ്നാട്ടിലെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പോലും ഒരു ബോർഡ് ഉണ്ടാവില്ല, എല്ലാം തമിഴിലായിരിക്കും. വേറെ നാട്ടിലൊക്കെ പോയാൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിലെങ്കിലും അവർ താഴത്ത് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അപ്പം ഇവിടെ തമിഴില് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും കണ്ടോ ഒരുപാട് കാറ്റാടി മരമുണ്ട്.
ബീച്ചിലൊക്കെ വന്ന വലിയ ടാസ്ക് എന്താ അറിയാ, ഇതാ ഈ പൂയിൽ ഇങ്ങനെ നടക്കല്. യെസ്, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാമ്പം ബ്രിഡ്ജ് കണ്ടു, ആര്യമ്മൻ ബീച്ച് കണ്ടു. അപ്പോൾ ഇനി ഇതേമാതിരിയുള്ള വെറൈറ്റി തമിഴ്നാട് എക്സ്പ്ലോർ വീഡിയോ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ. അപ്പോൾ ഗൈസ് പോകുന്ന വൈക്കതാ ഗോലി സോഡ കണ്ടു, അങ്ങനെ ഗോലി സോഡ വാങ്ങിച്ചോട്ടാ. ഗോലി സോഡയുടെ ഗോലി ഗൈസ് 2 പരിപ്പ് വടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാൽ. വണ്ടിക്ക് ചുറ്റും പശുവാണ് ഗൈസ്. എങ്ങനെ പോകുന്നറിയില്ല, ഇനി വണ്ടി എങ്ങനെ എടുക്കും എന്നറിയില്ല.